അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാനുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാനും ഹലാലായ മുറാദുകൾ നടന്നു കിട്ടാനും വേണ്ടി നിങ്ങൾ നിരന്തരം ഏതെങ്കിലും ഒരു ഇസ്ലാമിക ടിപ്സുകൾ തപ്പി നടക്കുന്നവരാണോ? നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഓടി നടക്കുന്നവരാണോ? എന്ത് വഴിയുണ്ട് എനിക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈനീട്ടാനായിട്ട്, അള്ളാഹു പെട്ടെന്ന് ദുആ സ്വീകരിക്കുന്ന ഒരു വഴി ആഗ്രഹം പറയാനായിട്ട് എന്ന് നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് പറ്റിയൊരു ടിപ്സാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ ഉടനടി നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരും. അത് ഉറപ്പാണ്. ദുആക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്. ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടാവുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നല്ല മക്കളെ, നല്ല ഉമ്മനെ, നല്ല ബാപ്പനെ, അതുപോലെ ഭർത്താവിനെ, കുടുംബം, നമുക്ക് വീട്, ശ്വാസം കഴിക്കാനുള്ള കഴിവ്, കണ്ണിന് കാഴ്ച, ഇതുപോലെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ഭക്ഷണം തരുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ഹംദ് പറയുന്നുണ്ടോ? അൽഹംദുലില്ലാ പറയുന്നുണ്ടോ? ഇന്നു മുതൽ നിങ്ങൾ അൽഹംദുലില്ലാ പറയാൻ ഒരുങ്ങിക്കോളി. എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന നന്ദിക്കും അതുപോലെ അള്ളാഹു ആ ഒരു തന്ന നിയമത്തുകൾ നിലനിർത്തി തരുകയും ചെയ്യും. അള്ളാഹു ഇനിയും നിയമത്തുകൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു ഉത്തരം തരും. ഞാൻ ചോദിച്ചാൽ അള്ളാഹു ദുആ സ്വീകരിക്കുമെന്ന് ഉറച്ച വിശ്വാസം വേണം. ഈ ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം, മഗ്‌രിബിൻ്റെ കുറച്ച് മുന്നായിട്ട്, നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ കുറച്ച് മുന്നായിട്ട് ചൊല്ലാൻ തുടങ്ങുക. നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുക 41 വട്ടം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം ചോദിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. നിങ്ങൾ ഓതേണ്ട ആ ഒരു ആയത്താണ്, അർശ് പോലും കുലുങ്ങുന്ന ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹുവിൻ്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്താൽ ഒരുപാട് മലക്കുകളുണ്ട് ആകാശത്തിൽ. അവരിങ്ങനെ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിൻ്റെ കൂലി ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവർക്കും കൂടി കിട്ടുകയും ചെയ്യും. ഈ ഒരു ആയത്തുൽ കുർസി നമുക്ക് എല്ലാത്തിനും മരുന്നാണ്. അതുകൊണ്ട് ഈ ഒരു ആയത്ത് നിങ്ങൾ 41 വട്ടം ഓതിയിട്ട് ദുആ ചെയ്യുക. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ല നല്ല ഫലം ഈ ഒരു ആയത്തുൽ കുർസി കൊണ്ട് നടന്നു കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും കിട്ടും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക. എന്തെങ്കിലും ആഗ്രഹം നടക്കാനുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ നോട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.